സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങി 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വൈദ്യുതി മുടക്കം കൂടുതൽ ബാധിച്ചത് വടക്കൻ ജില്ലകളെയാണ്. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അതിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ പലയിടങ്ങളിലാണ് ഇന്ന് വൈദ്യുതി മുടങ്ങിയത്. എന്താണ് കാരണമെന്നാണ് ഇപ്പോൾ KSEBിയുടെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? രാജ്യത്താകെയുള്ള പ്രശ്നമാണെന്നാണ് KSEB വിശദീകരിക്കുന്നത്. ഫ്രീക്വൻസിയിൽ കുറവുണ്ടായി. 49.5 ഫ്രീക്വൻസി മിനിമം വേണ്ടത്. അത്രയെങ്കിലും ഇല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ആകെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ നിലയിൽ KSEB ഫ്രീക്വൻസി കുറഞ്ഞപ്പോൾ തന്നെ സബ്സ്റ്റേഷനുകളിൽ പവർ കട്ടിന് നിർദ്ദേശം നൽകി എന്നതാണ് നമ്മൾ അറിയുന്നത്. 15 മിനിറ്റ് വീതം നീണ്ടു നിൽക്കുന്ന പവർ കട്ടാണ്, വൈദ്യുതി മുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട ആശുപത്രികൾ, നഗരമേഖലകൾ ഇവയൊക്കെ ഒഴിവാക്കി ഗ്രാമമേഖലകളടക്കം നോക്കിയാണ് സബ്സ്റ്റേഷനുകൾക്ക് പവർ കട്ടിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 15 മിനിറ്റ് വീതം 7 മണി മുതൽ പവർ കട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അത് തുടരും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വൈദ്യുതി മുടക്കമാണ് ഇപ്പോൾ ആളുകൾക്ക് അനുഭവപ്പെടുക. ആവശ്യമുള്ള വൈദ്യുതി എത്താത്തതാണ് പ്രതിസന്ധി എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. ഏതായാലും KSEB ഇപ്പോൾ നൽകുന്ന വിശദീകരണം, രാജ്യത്താകെ ഫ്രീക്വൻസി കുറവുണ്ട്. 49.5 ഫ്രീക്വൻസി വേണ്ടത്. സംസ്ഥാനത്തേക്കത് 49.59 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് ഇനിയും ഫ്രീക്വൻസി കുറഞ്ഞാൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ സംവിധാനം തന്നെ താളം തെറ്റുന്ന രൂപത്തിലേക്ക് പോകും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്രമീകരിക്കുന്ന സംവിധാനമാണ് KSEBക്കുള്ളത്. പല KSEB സ്റ്റേഷനുകളിലും സബ്സ്റ്റേഷനുകളിലും പവർ കട്ടിനുള്ള നിർദ്ദേശം തന്നെ KSEBയിൽ നിന്ന് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 15 മിനിറ്റ് വീതം നീണ്ടു നിൽക്കുന്ന വൈദ്യുതി മുടക്കം ഉണ്ടായിരിക്കുന്നത്. ആര്യ, ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.